ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രഷറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ലിക്വിഡ് പ്രഷർ, എന്താണ് ദ്രാവകമർദ്ദം? ഞാനൊരു ബീക്കറിൽ വെള്ളമെടുത്തു, അതിൽ എ എന്ന ഹോൾ ഇട്ടു, ബി എന്ന ഹോൾ ഇട്ടു, ഇവിടെ സി എന്ന ഹോളും ഇട്ടു. ഇതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം വരിക? എയിൽ നിന്ന് ദൂരേക്ക് വെള്ളം ചാടും, ബിയിൽ നിന്ന് ഇങ്ങനെ ചാടും, സിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചാടുകയുള്ളൂ. എന്താണ് ഇതിനുള്ള കാരണം? എയിൽ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം ചാടും, ബിയിൽ നിന്ന് അത്രക്ക് വരൂല, സിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഫോഴ്സിലാണ് വെള്ളം വരിക. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ മുകളിൽ ഇത്ര വെള്ളമുണ്ട്, അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നല്ല പ്രഷർ കൊടുക്കില്ലേ? അപ്പോൾ എയിൽ നിന്ന് വെള്ളം നല്ല ഫോഴ്സിൽ വരും. അങ്ങനെയാണെങ്കിൽ ബിയിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമുള്ളൂ, അപ്പോൾ ഫോഴ്സ് എയിനേക്കാൾ കുറച്ച് കുറയും. അപ്പോൾ സിയിലോ മുകളിൽ നിന്ന് പ്രഷറൊന്നുമില്ല, അപ്പോൾ വെള്ളം കുറച്ച് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെള്ളം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ്. അപ്പോൾ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷർ എന്താകും? കൂടും. അപ്പോൾ ഡെപ്ത് കൂടുമ്പോൾ ലിക്വിഡ് പ്രഷർ കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ നിന്ന് വെള്ളമൊഴുക്കാണ്. ഇതിൽ സി എന്ന ബലൂണാണ് വലുതായി വരുന്നത്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഇതിലേക്ക് വെള്ളം നിറക്കുമ്പോൾ മുകളിലെ വെള്ളം താഴേക്കൊരു പ്രഷർ കൊടുക്കും, അപ്പോൾ കൂടുതൽ വെള്ളം വരും, ലിക്വിഡ് പ്രഷർ അങ്ങനെ കൂടും. അപ്പോൾ എന്താണ് ലിക്വിഡ് പ്രഷർ, എന്താണ് ദ്രാവകമർദ്ദം? ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദം കൂടുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെ ദ്രാവകമർദ്ദം എന്ന് പറയുന്നു. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നു. The pressure exerted by a liquid column increases with increase in height. The thrust acting per unit area by liquid is liquid pressure. Liquid exert force on all sides of the container in which they are taken. അങ്ങനെയാണെങ്കിൽ ദ്രാവകമർദ്ദത്തെ, ലിക്വിഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. അപ്പോൾ ദ്രാവക രൂപത്തിൻ്റെ ഉയരം എച്ചും ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഡിയും ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം ജിയുമായാൽ ദ്രാവകമർദ്ദം എന്തായിരിക്കും? P=H × D × G ആയിരിക്കും. If the height of the liquid column is h, density of the liquid d and acceleration due to gravity g, then liquid pressure is P=HdG. അങ്ങനെ നമ്മൾ ദ്രാവകമർദ്ദം എന്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ? നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്താണ്? എയറുണ്ടല്ലേ, വായുണ്ട്. ഈ എയർ ഒരു പ്രഷർ എർത്തിന് കൊടുക്കൂലേ? ഈ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ട്. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അന്തരീക്ഷവായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവും ആയിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം എന്താകുന്നു? കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. An envelope of air surrounds the earth. This is Earth's atmosphere. This density of atmospheric air near the surface of the earth is greater and it decreases as we go up. Hence, atmospheric pressure decreases as we go up.
The weight of the air column over unit area of the Earth's surface is a atmospheric pressure. അങ്ങനെയാണെങ്കിൽ നമ്മൾ എർത്തിൽ നിന്നും മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുകയാണോ കുറയാണോ ചെയ്യുക? എയർ കുറഞ്ഞു വരും. അപ്പോഴോ അപ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുക? എയർ കുറഞ്ഞു വരുമ്പോൾ എയർ കൊടുക്കുന്ന പ്രഷർ എന്താകും? കുറഞ്ഞു വരും. നമ്മൾ ഈ മൗണ്ടെയിൻ്റെ മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ചിലർക്ക് മൂക്കിൽ നിന്നൊക്കെ രക്തം വരാറില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തം വരുന്നത്? ഉയരം കൂടുന്തോറും എയറിൻ്റെ പ്രഷർ കുറഞ്ഞു വരും. നമ്മുടെ ശരീരത്തിന് നല്ല പ്രഷറുണ്ട്, രക്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനുള്ളിൽ പ്രഷർ കൂടും, പുറത്തെന്താകും? പ്രഷർ കുറഞ്ഞു വരും. രക്തക്കുഴലുകൾ പൊട്ടും, നമ്മൾ ഡെഡ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മൗണ്ടെയിനിലൊക്കെ കയറുന്നവരും ഈ എവറസ്റ്റിലൊക്കെ കയറുന്നവരും ബഹിരാകാശത്തേക്ക് പോകുന്നവരൊക്കെ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സിറ്റുവേഷൻസ് വേർ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് യൂസ്ഡ്. ഏതൊക്കെയാണ്? സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു. പിന്നെയോ ഈ സിറിഞ്ചും ഡ്രോപ്പറും ഒക്കെ അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭത്തിന് ഉദാഹരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതായിരിക്കും? അതാണ് ബാരോമീറ്റർ. അപ്പോൾ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണ്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്. അപ്പോൾ the unit of atmospheric pressure is bar. The instrument used to measure atmospheric pressure is barometer.